ഞാൻ നേരത്തെ രജേഷിനോട് പറഞ്ഞത് മലബാറിലെ ഫുട്ബോൾ ആവേശം അത് എല്ലാ ജില്ലകളും നമ്മൾ മലപ്പുറം തൊട്ട് അങ്ങ് പിന്നീട് അല്ലേ വമ്പൻ ആവേശമല്ലേ, നിങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ആവേശമല്ലേ. അപ്പൊ കോഴിക്കോട്ടേക്ക് പോവാണ് നമ്മള്. ലോകകപ്പ് വന്നു എന്ന ആളുകളെ അറിയിക്കുന്നത് സത്യം പറഞ്ഞാൽ നാടിന്റെ മുക്കിലും മൂലയിലും ഉള്ള ആരാധകരാണ് എന്ന് വേണം പറയാൻ. അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥയിൽ ഇന്ത്യൻ താരം CK വിനീതും പങ്കുചേർന്നു. ആകാശ് തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗ്രാമങ്ങളോ നഗരങ്ങളോ എന്നുകൂടാതെ പലയിടങ്ങളിലും ലോകകപ്പിൻ്റെ ആവേശം വാനോളം ഉയരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് KSRTC ഡബിൾ ഡെക്കർ ബസ്സിലാണ്. SFIയുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലായി ഒരുക്കിയിരിക്കുന്നത്. കളി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വലിയ ആവേശത്തിലാണല്ലോ. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ബ്രസീൽ ഫാൻസ് കാണുന്നത്. ഈ വർഷത്തെ വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ബ്രസീൽ തന്നെ നേടുന്നതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയാണല്ലോ. 39 വയസ്സായെങ്കിലും മെസ്സിനെ പോരാട്ട വീഴത്തിൽ ഒട്ടും ചോർച്ച വന്നിട്ടില്ല. നമുക്കറിയാം ഒരു ടീമിനെ മധ്യനിരയിൽ നിന്ന് നയിക്കണമെങ്കിൽ അതും ചെയ്യും, ഗോൾ അടിക്കണേ അതും ചെയ്യും. റൊണാൾഡോ ഫാൻസ് എന്താ പറയാ വെച്ചാല് പോർച്ചുഗൽ എന്നൊരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തിയ ക്രിസ്ത്യാനോ എന്ന രാജകുമാരൻ ഇക്കൊല്ലത്തെ വേൾഡ് കപ്പ് കൊണ്ടുപോകുന്നാണ് പറയാള്. ഞാൻ വിചാരിക്കുന്നത് സ്പെയിൻ ഉണ്ടാവാം, പോർച്ചുഗൽ ഉണ്ടാവാം, ഹോളണ്ട് ഉണ്ടാവാം. ഇവരൊക്കെ നല്ലോണം നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേട്ടെ ആദ്യം തൊട്ട് ഒരു ബ്രസീൽ ഫാനാണ്, കട്ട ഫാനാണ്. അപ്പോൾ ഇത്തവണ ബ്രസീൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ? ജയിക്കുമെന്നല്ല, ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ചായിട്ട് നമ്മുടെ ടീം ഫോം ഔട്ടാണ്. പക്ഷേ ആഞ്ചലോട്ടി വന്നതിന് ശേഷം അതിനുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ വേൾഡ് കപ്പിലും കാണും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജയിച്ചാൽ സന്തോഷം. ആരാധകരുടെ റൊണാൾഡോ ആരാധകർക്കും ഇത്തവണ ഒരു കപ്പ് നേടണം, എന്നിട്ട് റൊണാൾഡോ വിരമിക്കും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണുള്ളത്. എൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെയും ആഗ്രഹം അതായിരുന്നു. അതായത് മെസ്സി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ ഇപ്പോഴും റൊണാൾഡോ അർഹിക്കുന്നുണ്ട്. അവർ നല്ലോണം കളിച്ച് ജയിക്കട്ടെ എന്നുള്ളതാണ്. അവരുടെ ടീം നല്ലോണം അതായത് റൊണാൾഡോനനുസരിച്ചുള്ള ഒരു ടീം ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം അതിനനുസരിച്ചുള്ള ഒരു ടീമുണ്ട്. സോ അവർ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. റൊണാൾഡോ ഫാനാണോ? തീർച്ചയായും ബ്രൂണോ ഫെർണാണ്ടസും റൊണാൾഡോവും എല്ലാവരും കൂടി ചേർന്ന് ഇത്തവണ പോർച്ചുഗലിന് കപ്പെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കോഴിക്കോട് ലോകകപ്പിന്റെ ആവേശത്തിലാണ്. വരും ദിവസങ്ങളിലെ മത്സരങ്ങളുടെ വിജയവും ഈ ആരാധകർക്ക് വലിയ കരുത്താകും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്ര ജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.